ആ പുസ്തകം വായിച്ചാൽ അതിന്റെ മർമ്മവും അതിന്റെ ആഴവും ഭയാനകമായിരിക്കൊണ്ട് അതിൻ്റെതായിരിക്കുന്ന നിലകളിൽ അത് മാറുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ഈ പുസ്തകം ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റുന്ന പുസ്തകമല്ല. ഇനി ആരെങ്കിലും ഉറങ്ങാതിരിക്കുന്നെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി, താനേ ഉറക്കം വരും. ആമേനാദി സ്വന്തം. കാരണം ഏറ്റവും വലിയ പ്രതിബന്ധനങ്ങൾ നേരിടുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. ഇതേ ക്രൈസ്തവര് പറയുന്നത് വെളിപാട് പുസ്തകമെന്ന. അങ്ങനെ ഒരു പുസ്തകമില്ല, വെളിപ്പാട് പുസ്തകം. ആമേനനുസൃതം. വെളിപാടെന്നൊക്കെയാ പറയുന്നേ. വെളിപാടെന്നല്ല കേട്ടോ, വെളിപ്പാടാ എന്ന് പറഞ്ഞ മറ നീക്കി തുറന്നു കാട്ടി ഒരു വലിയ മഹാത്മതങ്ങളെ ആത്മാവിൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആമേനനുസൃതം. അതിനാൽ ദൈവത്തെ സ്തുതിക്കുക. ഇത് 3 പുസ്തകങ്ങൾ താരതമ്യം ചെയ്യണം. ഒന്ന് ആമേൻ ഉൽപ്പത്തി പുസ്തകം, അതാമേ ദാനിയേൽ, വെളിപ്പാട്. ഇത് 3ഉം കൂടെ പഠിച്ചാലേ നമുക്ക് ഇതിനെ പൂർത്തീകരിക്കുവാൻ കഴിയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചിന്റെ പ്രവേശനമാണെങ്കിൽ വെളിപ്പാട് പുസ്തകം അവന്റെ അന്ത്യത്തെ കുറിക്കുകയാണ്. അവനെ അഗാധമായിരിക്കുന്ന ധൂപത്തിൽ ബന്ധിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യത്തില്ല, ഈ പുസ്തകം തൊടാൻ അനുവദീയമല്ല. ഈ പുസ്തകം വായിക്കുന്ന പെട്ടെന്ന് മനസ്സിലാകില്ല. മഹാസമുദ്രം, ആമേൻ വല്ലാത്ത മൃഗങ്ങൾ, ക്രോധകലശങ്ങൾ എന്നൊക്കെ ഉള്ള പദപ്രയോഗങ്ങൾ വളരെ അധികം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ പുതിയ നിയമത്തിന്റെ പ്രവചന ഗ്രന്ഥം ഏതെന്ന് ഏതെങ്കിലും ക്രൈസ്തവനോട് ചോദിച്ചാൽ അവര് പറയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വിരൽ ചൂണ്ടും. എന്നാൽ പ്രവചനമെന്നല്ല കൊടുത്തിരിക്കുന്നത്, വെളിപ്പാടെന്നാ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രവചനവും പഴയ നിയമ പ്രവചന പുസ്തകവും തമ്മിൽ വളരെ ആന്തരികമായിരിക്കുന്ന അന്തരംഗമുണ്ട്. എന്തെന്നാ ചോദിച്ചാൽ പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ പ്രവചനം, യിരെമ്യാ പ്രവചനം എന്നൊക്കെ കൊടുത്തിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ വെളിപ്പാടെന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാനിയേലിന്റെ ബാലൻസ് പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. ആമേനാദി സ്വതം. പഴയ പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകത, അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവം അവരോട് അരുളി ചെയ്യുന്ന കാര്യം ജനത്തോട് സംസാരിക്കുമായിരുന്നു. അതായിരുന്നു അവരുടെ പ്രവചനം. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രവചനം അങ്ങനെയല്ല. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രവചനം അങ്ങനെയല്ല. അതിന്റെ പ്രത്യേകത കണ്ടുകൊണ്ട് പ്രവചിക്കുകയാണ്. വെളിപ്പാടിൽ കാണുകയാണ് സംഭവിക്കുവാൻ പോകുന്നതും മേലാൽ സംഭവിപ്പാനിരിക്കുന്നതായ വിഷയങ്ങളെ കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ യോഹന്നാനോട് ദൈവം പറഞ്ഞത്, ഇവിടെ കയറി വരിക, ഞാൻ മേലാൽ സംഭവിപ്പാനിരിക്കുന്ന വിഷയത്തെ ഞാൻ നിന്നെ കാണിക്കാൻ പോകുകയാണ്. കണ്ടുകൊണ്ട് പ്രവചിക്കുകയാ. നമ്മൾ നേരത്തെ കേട്ടുകൊണ്ട് പ്രവചിച്ചെങ്കിൽ കാലത്തിന്റെ വികലത്തിൽ മാറ്റം വരുത്തിയപ്പോൾ കണ്ടുകൊണ്ട് പ്രവചിക്കുവാൻ ഇന്ന് രാത്രി ദർശനം പ്രാപിച്ച, ആത്മകൃപ പ്രാപിച്ച, ആത്മീയമായിരിക്കുന്ന കാഴ്ചപ്പാട് പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിന്റെ അനുസോധം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് 1-ാം അധ്യായം. മാകത്ത് പൊൻകച്ച കെട്ടിയവൻ, നിലങ്കി വിരിച്ചവൻ, വെള്ളോട് സദൃശമായവൻ, അഗ്നിയാലയ്ക്ക് കണ്ണുള്ളവൻ, 7 പൊന്നിലവിളക്കിന്റെ നടുവിൽ ഉടാടിക്കൊണ്ടിരിക്കുന്ന തേജോമയനായ ക്രിസ്തുവിനെ കാണുകയാണ്. അതാണ് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് 1-ാം അധ്യായം. 2, 3 അധിക ദൂതുകളാണ്. സഭയുടെ അടിസ്ഥാനങ്ങൾ, സഭയ്ക്ക് സംഭവിച്ച വീഴ്ചകൾ, സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ, ഇതൊക്കെയാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-5 അധ്യായങ്ങളിൽ മുദ്രയിടപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തെ ആര് വാങ്ങിക്കും, അതിന്റെ മുദ്ര ആര് പൊട്ടിക്കും, അത് എന്നുള്ളതായ ഒരു വലിയ സ്വർഗത്തിലൊരു മൗനം പാലിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. 6 അധ്യായങ്ങളിൽ അതിന്റെ മുദ്ര പൊട്ടിക്കുകയും ആ മുദ്ര പൊട്ടിക്കുന്ന വെളിപ്പാട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 8, 9 അധ്യായങ്ങളിൽ 7 കാഹളത്തിന്റെ വെളിപ്പാടാണ്. 10-ാം അധ്യായത്തിൽ ബലവാനായ ദൂതൻ ചെറുപുസ്തകം തുറക്കുന്നതിന്റെ വെളിപ്പാടാണ്. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ ഭൂമിയിൽ ഇറങ്ങി വരികയും അവരെ കൊല്ലുകയും അവരുടെ മൃതദേഹങ്ങൾ 3.5 ദിവസം തെരുവീതിയിൽ കിടക്കും. ഇത് സർവ്വജനവും കാണുമെന്നതിന്റെ വെളിപ്പാടാണ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ടെലിവിഷന്റെ പ്രസിദ്ധി വരുന്നത്. സർവ്വജനവും കാണും. എവിടെയാ? അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ കാണണമെങ്കിൽ നമുക്ക് മീഡിയ മുഖാന്തരമേ കാണാൻ ഒക്കത്തുള്ളൂ. അവിടെ എന്ത് ചെയ്യുന്നു? സർവ്വജനവും അത് കാണും. 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയും ആൺകുട്ടിയും മഹാസർപ്പത്തിന്റെ വെളിപ്പാട്.
13-ാം അധ്യായത്തിൽ മൃഗത്തിന്റെ വെളിപ്പാട്, 14-ാം അധ്യായം മുന്തിരിച്ചക്കിന്റെ കൊയ്ത്തിന്റെ വെളിപ്പാട്, കൊയ്ത്തിന്റെ ദൈവസഭയുടെ സത്യസഭയുടെ കൊയ്ത്ത് നടക്കുന്നു, അതിന്റെ വെളിപ്പാട് 15-16 അധ്യായങ്ങളിൽ 7 ക്രോധകലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. 17-ാം അധ്യായം മഹതിയാം ബാബിലോനായ വേശ്യാ സ്ത്രീയുടെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കുന്നത് മഴയുടെ മുകളിലാണ്. അവർക്ക് സംഭവിക്കുന്ന കാര്യം, വേശ്യ എന്ന പദപ്രയോഗം കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവാകുന്ന നിർമ്മലനായ ക്രിസ്തുവിൽ നിന്ന് വഴിതെറ്റിച്ച് മാറ്റിക്കളയുന്നുവോ അവരുടെ പദപ്രയോഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധനായ യേശു ക്രിസ്തുവിനെ ആ തമ്പുരാന്റെ മണവാട്ടിയായിരിക്കുന്നതിനെ വഴിതെറ്റിക്കുന്ന അങ്ങനെയാണ് ആ പദപ്രയോഗം. എന്ന് പറഞ്ഞാൽ വേശ്യ 18-ാം അധ്യായത്തിൽ അവർക്ക് വരുന്ന ന്യായവിധിയുടെ വെളിപ്പാട്, 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ സഭയും അവിടെ ഒരുക്കപ്പെടുന്നതിന്റെ വെളിപ്പാട്, 20-ാം അധ്യായത്തിൽ നാം വായിച്ചത് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിലുള്ള ന്യായവിധിയും മരിച്ചവരാവാരവത്തും നിൽക്കുകയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊഴി തള്ളും. ആമേൻ. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 21-ാം അധ്യായം പുതിയ യെരൂശലേം, നവ യെരൂശലേം, പുതിയ ആകാശം, പുതിയ ഭൂമിയുടെ വെളിപ്പാട്. 22-ാം അധ്യായത്തിൽ നിത്യനായ ദൈവത്തോടുകൂടെ നിത്യതയിൽ വാസം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ 22 അധ്യായങ്ങൾ അതിന്റെ തനതായിരിക്കുന്ന നിലകൾ കൊണ്ട് അലങ്കൃതമായ പ്രവചന പുസ്തകം, വെളിപ്പാട് പുസ്തകമാണ് ഈ പുസ്തകം. ഞാൻ അത്ര പറഞ്ഞ് സമയ പരിമിതി ഉള്ളതുകൊണ്ട് വേഗത്തിൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേനാദിസ്തോത്രം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊഴി തള്ളിയിടും. അതിന് യാതൊരു സംശയവുമില്ല. ആമേനറിയ ഇന്ന് രാത്രിയിൽ ഇവിടെ വായിക്കുന്നത് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ന്യായവിധി എന്ന വിഷയം. ന്യായവിധി എന്ന് പറഞ്ഞാൽ മരണവും മരണാനന്തരവും, മരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് ഇവിടെ ചിലരൊക്കെ പറയുന്നത് ഇവിടെ തന്നെ ജീവിതവും ഇവിടെ തന്നെ എല്ലാം, നരകവും സ്വർഗമല്ല ഇവിടെയാണെന്ന് ഉള്ളവർക്ക് ഇരിക്കട്ടെ നന്ന. എന്നാൽ നമുക്ക് അങ്ങനെയല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ വാക്കിനാൽ വന്നതല്ല, ചെയ്തതല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു, മനുഷ്യ നീ മരിച്ചാൽ ജീവിക്കുമോ എന്ന ചോദ്യത്തിന് ഈ ഉലകത്തിൽ സകല മനുഷ്യരും വന്നു. വാമനനും പണ്ഡിതനും സകല മനുഷ്യരും ഇവിടെ മനുഷ്യാവതാരമെടുത്ത വരനും വന്നു. പക്ഷെ അവരാർക്കും ഉത്തരമില്ലായിരുന്നു. എങ്ങനെ വരും? അങ്ങനെ വരാം, ഇങ്ങനെ വരാം, അതിലെ വരും, ഇങ്ങനെ വരാമെന്നൊക്കെ പലരും പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തു മാത്രമാണ് അതിന് വ്യക്തമായ ആദിസ്വന്തം ഇസ്രായേലിൽ നിന്ന് കർത്താവ് കന്യയുടെ ഉദരത്തിൽ ജനിച്ച് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് പിലാത്തോസിന്റെ കർത്തളം മുതൽ കാൽവറി വരെ തകർക്കപ്പെട്ട് കാൽവറിയിൽ തന്റെ പ്രാണനെ വിട്ട് യോസേപ്പിന്റെ കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് 3-ാം നാൾ പറഞ്ഞു, മരണത്തിന്റെ ജയമെവിടെ, പാതാളത്തിന്റെ മരണം ജയമെവിടെ എന്ന് ചോദിച്ച് പാതാളത്തെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന് കല്ലറയെ ഭേദിച്ച ഒറ്റ നാഥനേ ഉള്ളൂ. യേശു ക്രിസ്തു അല്ലാതെ ഉലകത്തിൽ മറ്റൊരാൾ ജീവിച്ച് വന്നതായി ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു യേശുവിനെയ നാം അനുഗമിക്കുന്നത്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞ് യോഹന്നാനിൽ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 1-നകത്ത് 1:17 പറയാ, വിടാപ്പുറത്ത് തട്ടിയിട്ട് പറയുകയാണ്, യോഹന്നാനെ നീ ഭയപ്പെടരുത്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് കല്ലറ വെച്ചിട്ട് കർത്താവ് വന്നത് വേറൊരു രൂപത്തിലുമല്ല, വേറൊരു ഭാവത്തിലുമല്ല. കർത്താവിനെ എല്ലാവരും തിരിച്ചറിഞ്ഞു വന്ന തിരുവചനം പറയുന്നത്. ചിലരൊക്കെ വിചാരിച്ച് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഷാജിപ്പാസ് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം, ഷാജിപ്പാസ് ആണെന്ന് എനിക്കറിയാം. ഷാജിപ്പാസ് ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യുക? ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ദേഹം മണ്ണിൽ അരിയും, ദേഹി നിലനിൽക്കും, ആത്മാവ് ക്രിസ്തുവിൽ മറയും. ഈ ദേഹിയോടാണ് പാസ് പറയുന്നത്, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലത്തിന്റെ അവസാനത്തിങ്കൽ നിന്റെ ഓഹരിക്കായി നീ എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് ദേഹിയോടാ പറയുന്നത്. അപ്പോൾ അത് കല്ലറയിൽ ഉറങ്ങുകയാ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ വിശ്രമകാലം അടുത്തിരിക്കുന്നു, ഞങ്ങൾ വിശ്രമിക്കുന്നു. വിശ്രമിക്കുന്ന ഒരു ഒരാള്
ഉണർന്നേ മതിയാവുള്ളൂ. ഉറങ്ങുന്ന ഒരാൾ ഉണരും, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഭാഷയെ ഞങ്ങൾ ഈ മരിച്ചവരും ഈ കല്ലറകളിലൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട്, അവരെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ, അവരെ എങ്ങനെ ഇരിക്കും, എവിടെയാണ് എന്നൊന്നും അറിയത്തില്ല. ബന്ധുക്കളെയൊക്കെ ഞങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അതിനൊരു ഉത്തരം പറയാം. നിങ്ങൾ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഒന്ന് ചെല്ലണം. ആ ഗ്രൗണ്ട് തരിശുഭൂമിയായി കിടക്കുകയാ. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ആ തരിശുഭൂമിയെ, കാരണം വേനൽക്കാലത്ത് ആ ഗ്രൗണ്ടിൽ ഒന്നുമില്ല. പണ്ട് സസ്യങ്ങൾ ഉണ്ടായിരുന്നു, പുല്ലുണ്ടായിരുന്നു, തൊട്ടാവാടിയും കുറുന്തോട്ടിയും അങ്ങനെയുള്ള ചില സസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വേനൽ അങ്ങോട്ട് വന്ന് ചൂടടിച്ചു കഴിഞ്ഞപ്പം ഒറ്റ ഒന്നിനും കാണാനില്ല. ഞാൻ നിങ്ങൾക്ക് തൂമ്പ തരാം. നിങ്ങൾ കിളച്ചു നോക്കണം. കിളച്ചു നോക്കിയാൽ ഒരു വിത്ത് പോലും കാണാനൊക്കത്തില്ല. നിങ്ങൾ അരിപ്പ കൊണ്ട് അരിക്കണം, അരിച്ചാലും കാണില്ല. സ്വന്തം ഇതിന്റെ ഒരു വിത്തും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എന്നാന്നോ, പണ്ട് തൊട്ടാവാടിയും കുറുന്തോട്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒന്നിന്റെയും ഒരു സസ്യത്തിന്റെയും വിത്ത് നിങ്ങൾക്ക്, ഞാനത് പരീക്ഷിച്ചതാ. ഞാനത് കളച്ചു നോക്കിയതാ, ഒന്നിനെയും കാണാതെ, കല്ലും മണ്ണും അല്ലാതെ ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾ പറയാ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു സാധനമില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോയി ആകാശത്തിന്റെ ഇടിമുഴക്കവും വെള്ളത്തിന്റെ നീർച്ചാലയും ഭൂമിയെ നനച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു മുള പൊട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനത് മറവായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു സത്യം നമുക്ക് മറവായിരിക്കുന്നുവെങ്കിൽ പുനരുദ്ധാനം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അത് അതത്ര എളുപ്പത്തിൽ വെളിപ്പെട്ടു വരുന്നതല്ല, അത് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന വിഷയമാണ്. കർത്താവ് താൻ ഗംഭീരമാകും, പ്രധാന ദൂതന്റെ ശബ്ദം, കാഹളത്തിന്റെ ധ്വനി ആകാശമേഘങ്ങളിൽ മുഴങ്ങുമ്പോൾ മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ അവർ എഴുന്നേറ്റ് വരുമെന്നവർ മറ്റൊരു പക്ഷമില്ല. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിൽ യഹോവയുടെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധൻ ഉയർക്കും. അതിനാണ് പൗലോസ് പറഞ്ഞത്, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് വിട്ടേച്ച് അവര് മാത്രം പോകുമെന്നല്ല, നാം രൂപാന്തരപ്പെടും. ഇന്ന് രാത്രിയിൽ ആ വിശ്വാസം നമ്മളിൽ ഉള്ളവരെ ഓർത്ത് അവരെ പിന്നെ വരുന്നതോ സ്വന്തം. പിന്നെ ഈ ന്യായവിസ്താരത്തിലൊക്കെ വരുന്നത് നമ്മൾ പറയുന്നത്, ഈ അമ്മച്ചിമാർ പണ്ട് പറയും, ഒത്തിരി വാസസ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ വാസസ്ഥലം നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. അതും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അനേക വാസസ്ഥലം എന്റെ പക്കലുണ്ട്. സത്യമാണ്, ഒത്തിരി വാസസ്ഥലമുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്ക് 3 വാസസ്ഥലം പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ആ 3 വാസസ്ഥലത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ആ 3 വാസസ്ഥലം എന്ന് പറയുന്നത് പോണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ മുമ്പിൽ ഒരു നന്മയും പിന്നെയും വെച്ചിട്ടുണ്ട്. ഏത് വേണമെന്നുള്ളത് നാമാണ് തീരുമാനിക്കേണ്ടത്. ഏത് എടുക്കാം, ഏത് വേണ്ട, ഏത് തള്ളാം, ഏത് എന്ന് നമുക്ക് മാനുഷികമായി ദൈവം ബുദ്ധിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി മാനുഷികമായത് നന്മയുള്ളത്, നല്ലത് തിരഞ്ഞെടുക്കുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാ. അതുകൊണ്ടാണ് മാർക്കോട് പറഞ്ഞത്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാ, മനം കലങ്ങുകയാ, ചിന്തയാൽ കുഴഞ്ഞു പോവുക, നീ വിചാരങ്ങളാൽ നീ തകർന്നു പോവുക. എന്നാൽ മറിയ കണ്ടോ, നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നല്ല അംശം തിരഞ്ഞെടുക്കുന്നവരെ ഓർത്തോ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി നമുക്കൊന്ന് പറയാൻ കഴിയുമോ, നല്ല അംശം ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ പലതിനെ ചൊല്ലി നീ വിചാരപ്പെടാതെ കുഞ്ഞേ, നീ എന്തിനാ വിചാരപ്പെടുന്നത്? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ദൂത് പറയുക, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാ. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. സ്വന്തം നിങ്ങളെ നോക്കണമേ, വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്ത് എന്നറിയാവോ, ന്യായം വിധിക്കുന്നതിൽ ദൈവത്തിന് യാതൊരു ദുഃഖവുമില്ല. നിങ്ങൾ നോക്കിക്കേ, കോടതിയുടെ മുമ്പിൽ വന്നാൽ കോടതിക്ക് കറുപ്പും വെളുപ്പുമുണ്ട്. കറുപ്പ് എന്തിനെ കാണിക്കുന്നു? ദുഃഖത്തെ കാണിക്കുന്നു. എന്നാൽ വെള്ള എന്തിനെ കാണിക്കുന്നു? ന്യായവിധിയെ കാണിക്കുന്നു. എന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരുവൻ കുറ്റവാളിയായി നിൽക്കുന്നത് എനിക്ക് മാനുഷികമായ ദുഃഖമുണ്ട്. എങ്കിലും ഞാൻ ന്യായം നടപ്പാക്കേണ്ടതുകൊണ്ട് ഞാനത് നടപ്പാക്കുന്നുവെന്ന് ന്യായാധിപൻ പറയുക. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ കറുപ്പില്ല,
ഇവിടെ ദുഃഖമില്ല. നിന്നെ ന്യായം വിധിക്കുന്നതില്, ആമേൻ, നമ്മെ ന്യായം വിധിക്കുന്നതില് ദൈവത്തിന് എന്തില്ല? ഒരു ദുഃഖവും ഇല്ല, ഒരു വേദനയില്ല. എന്താ കാര്യം? നമുക്ക് ദൈവം ജീവിക്കാൻ 33 വയസ്സ് തന്നെങ്കിൽ, 40 വയസ്സ് തന്നെങ്കിൽ, 60 വയസ്സ് തന്നെങ്കിൽ നാം എത്രത്തോളം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു, എങ്ങനെയൊക്കെ നാം ജീവിച്ചു എന്നത് ഇന്ന് രാത്രി നാം ശോധന ചെയ്തിട്ട് ഈ മീറ്റിംഗ് വിട്ട് നാം പോകാവൂ. ദൈവത്തിലെ ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അതാത് ഞാൻ എങ്ങനെ എത്രത്തോളം ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു, എത്രത്തോളം ദൈവത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ന് രാത്രി നാം ഒന്ന് ശോധന ചെയ്യണം. കർത്താവിന് ന്യായം വിധിക്കുന്നതിന് ഒരു തെറ്റും ദൈവത്തിനില്ല. നമ്മുടെയൊക്കെ വിചാരം നിലവിയോ നമ്മുടെ കയ്യിലെ ക്യാമറയുള്ളെന്നാ. നമ്മുടെ കയ്യിലെ ക്യാമറയുള്ളൂ. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ക്യാമറ വെച്ചുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആമേൻ, നമ്മുടെ കയ്യിലെ ക്യാമറ ഉള്ളെന്നാ നമ്മുടെ വിചാരം. അങ്ങനെയൊന്നും അല്ല കേട്ടോ. തമ്പുരാന്റെ കയ്യിലും ക്യാമറയൊക്കെ ഉണ്ട്. തമ്പുരാൻ ഓരോ വ്യക്തികളെയും ചോദന ചെയ്യുക. ദൈവം ന്യായം വിധിക്കാൻ പാസെ വിളിക്കത്തില്ല. ഇപ്പൊ ഷാജിപ്പാസെ നിങ്ങളുടെ ആരെയും ന്യായം വിധിക്കാൻ ഇദ്ദേഹത്തെ ഒന്ന് പറയണേ എന്ന് പറഞ്ഞാൽ പാസ് പറയത്തില്ല. എന്താ കാര്യം അറിയോ? ഞങ്ങൾ എന്നെ എടുക്കാം, ഞാൻ പറയത്തില്ല. എന്റെ സെക്രട്ടറിയെ ന്യായം വിധിക്കാൻ പാസ് ഒന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എന്റെ പൊന്നു തമ്പുരാനെ എന്നെ കുഴക്കല്ലേ. കാരണം പുള്ളി എനിക്ക് തോത്തരാഴ്ചയും ദശാംശവും ചോറും ഭക്ഷണവും ഒക്കെ ഒരുക്കി തന്ന മനുഷ്യനാ. ആ പുള്ളിക്കെതിരെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അന്നേരം പറയും, എന്നാലും പാസേ പന്ന ഒരു വല്ലാത്ത പണിയായിപ്പോയല്ലോ, നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയും. ഇന്ന് രാത്രിയിൽ ഭാര്യയെ ന്യായം വിധിക്കാൻ ഭർത്താവിനെ വിളിക്കില്ല. ആർക്കും ന്യായം വിധിക്കാൻ 50-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ 50-ാം സങ്കീർത്തനത്തിൽ പറയുക, എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടിവരുത്തുകയും. ആമേൻ, എനിക്ക് അവരോട് വ്യവഹാരമുണ്ട്. ആരായി വിശുദ്ധന്മാർ? തീരുമാനമെടുത്തവർ, പ്രതീക്ഷ എടുത്തവർ, സത്യം ചെയ്തവർ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറില്ലെന്ന് പറഞ്ഞവർ. ആദ്യ പ്രതിഷ്ഠയിൽ സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞില്ല സ്നാപകൻ സ്നാനാർത്ഥിയോടും, ജീവപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നീ ജീവന്റെ കിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞില്ലേ? തന്നെ എല്ലാം എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നുവെങ്കിൽ അവരോട് അവന് സത്യം ചെയ്തിട്ട്, കർത്താവെ ഞാൻ നിന്നോളാം, ഞാൻ വേല ചെയ്തോളാം, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടോളാം, ഞാൻ കർത്താവിന് വേണ്ടി സുവിശേഷം ചെയ്യാം, ഞാൻ അനേക വീടുകൾ കയറി ഇറങ്ങാം, ഞാൻ അനേക ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങാം എന്നൊക്കെ തീരുമാനമെടുത്ത, എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിനെന്ന കർത്താവ് പറഞ്ഞത്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. പിന്നെ 20-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 21 മുതൽ വായിക്കുമ്പോൾ പറയുന്നവയോ, നീ കള്ളനോടുകൂടെ കൂടി ഞാനെല്ലാം കണ്ടിട്ട് ഞാനും നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തപ്പോ നമ്മൾ പറഞ്ഞു, കർത്താവ് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലല്ലോ, കർത്താവ് ഇത് എന്നോട് അനുകൂലനായിരിക്കും എന്ന് നാം ചിന്തിക്കുക. നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പറയാ, ഞാനിതൊക്കെ ചെയ്തിട്ടും കർത്താവ് എന്നെ എന്ത് ചെയ്യുന്നില്ല, ശിക്ഷിക്കുന്നില്ല. ഇല്ല കുഞ്ഞെ, അങ്ങനെയല്ല. അതിനകത്ത് വായിക്കുന്ന എങ്ങനെയാ? ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ നിന്നെ ശിക്ഷിച്ചു, ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിൻ മുമ്പിൽ ഇവയൊക്കെയും നിരത്തി വയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചതെല്ലാം. അതുകൊണ്ട് ദാവീദിനോട് പറഞ്ഞത്, നീ രഹസ്യത്തിൽ ചെയ്ത പാപം ഞാൻ നിന്നെ പരസ്യമാക്കും. ഇന്ന് രാത്രിയിൽ സ്വന്തം ദൈവം നമ്മുടെ അഗത്യങ്ങളെ കാണുവാൻ ഇന്ന് രാത്രി നോക്കിക്കേ നാം ചെയ്യുന്നത് ദൈവം അറിയുന്നുണ്ട്. ദൈവം ശിക്ഷിക്കും. രാവിലെ എഴുന്നേറ്റപ്പം ഒരു ചെറിയ നടുവേദന ഉണ്ടായി. ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നുണ്ടായി. നമ്മൾ വിചാരിക്കുന്ന കിടന്ന കൂട്ടത്തിൽ നടു വെട്ടിയതാന്ന്. നമ്മൾ വിചാരിക്കും കൈക്കൊരു ചെറിയ വേദന ഉണ്ടായതാ. അല്ല, നിന്നെ അടിച്ചതാ, നിന്നെ ഒന്ന് ശാസിച്ചതാ, നിന്നെ ശിക്ഷിച്ചതാ. നമ്മളത് നോക്കുവോ? ഇല്ല. ഇന്നലെ ചെയ്തതിന് ദൈവം നിന്നെ പിടിച്ചതാ, തല്ലിയതാ. പക്ഷെ മനസ്സിലാക്കുവോ? ഇല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം തള്ളിക്കളയും. കാലയിലൊന്ന് ഇരിച്ചു, എന്നിട്ടും നമ്മൾ മനസ്സ് എന്ത് ചെയ്യത്തില്ല. നമ്മൾ വിചാരിക്കും കാലറിയാതെ തട്ടിയതല്ല കുഞ്ഞെ. ദൈവം അറിയാതെ കാലൊന്നും തട്ടത്തില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ദൈവം അറിയാതെ നമ്മൾ പറയുന്നൊരു പദപ്രയോഗമാ. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. പക്ഷെ പൂച്ച കുറുക്കയായാൽ ഗ്ലോറി പറഞ്ഞു ചാടും. കുഴപ്പമില്ല. പൂച്ച എന്ത് ചെയ്തു? നമ്മുടെ കുറുക്കെ വന്നു, നമ്മൾ ഗ്ലോറി പറഞ്ഞ് ചാടിയിട്ട് പറയും ഇന്ന് ശമനമാണ്. നല്ല കാര്യം.
ആമേൻ സ്വതം. അപ്പൊ നമ്മൾ പറയുന്നില്ല കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് മന്ത്രവാദിയോ ശകിലവാദിയോ മനുഷ്യരോ ഒന്നുമല്ല. നിന്റെ ഭാവി നിശ്ചയിക്കുന്ന ദൈവമാ. ആമേൻ സ്വന്തം. തമ്പുരാന്റെ കയ്യിലാ നമ്മുടെ ഭാവി ഇരിക്കുന്നത്, തമ്പുരാന്റെ കയ്യിലാ നമ്മൾ ഇരിക്കുന്നത്. തമ്പുരാൻ അറിയാൻ ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നോ, ഇത് ഒരു സ്ക്രീൻ പോലെ തമ്പുരാൻ കാണിക്കും. ആമേനറിയാ നമ്മൾ കാണിക്കും. ഇവിടെ എന്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, സ്വന്തം എന്റെ ഭാഷ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ചോദിച്ചു എന്താ അബദ്ധം? സ്വന്തം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു വീട് തന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ ഏൽപ്പിച്ചിരിക്കുന്ന വീട് താൻ എന്ത് ചെയ്തു, ചെന്നു നോക്കി, തൂത്തു വാരി എല്ലാം ഇട്ടു, മിച്ചമെല്ലാം തൂത്തു, എല്ലാം വൃത്തിയാക്കി. സ്വന്തം എന്നിട്ട് എന്നെ പോയോ നന്നായിട്ട് ആ കിണറ്റിൻകര നിന്നുകൊണ്ട് നന്നായി കുളിച്ചപ്പം കുളിയെല്ലാം കഴിഞ്ഞ് തോർത്തി. പുള്ളി വിചാരിച്ചു ആരും അറിയുന്നില്ലല്ലോ, 4 മതിലിനകത്തായി സംഭവം നടക്കുന്നത്. പക്ഷെ അമേരിക്കയിൽ ഇരുന്ന പുള്ളി വിളിച്ചിട്ട് ചോദിച്ചു പുളിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു ഞാൻ കുളിച്ചത് നിങ്ങളെങ്ങനെ കണ്ടു? എന്നാലും പറഞ്ഞു തലപൊക്കി നോക്കാൻ പറഞ്ഞു. നിങ്ങളുടെ മേളിൽ ഒരു ക്യാമറ വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ അമേരിക്കയിൽ ഇരുന്നത് കണ്ടെന്ന്. ഇന്ന് രാത്രി വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം നമ്മൾ ചരിക്കുന്നത് അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാ, അഗ്നിയാലെയുള്ള കഴിയുന്ന ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രിയിലായിരിക്കുന്ന ദൈവങ്ങളെ. നാം അളക്കുന്ന അളവ് കൊണ്ടല്ല ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. തിരുവചനം എത്ര മഹാത്മ്യമാണ്. വേദപുസ്തകം പോലെ, ഇത്ര ബൈബിള് പോലെ, ഇത്ര സത്യവേദ പുസ്തകം പോലെ മറ്റൊരു പുസ്തകം ഉലകത്തിലില്ല കുഞ്ഞെ. ഞാൻ ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിൽ പഠിച്ച പുസ്തകം എന്തിയെ? അറിയില്ല. അത് വിറ്റ് കടല വാങ്ങിച്ചു, അത് വിറ്റേച്ച് എന്ത് ചെയ്തു, എന്തോ ചെയ്തെന്ന് അറിയത്തില്ല. കുഞ്ഞെ 10ാം ക്ലാസ്സിലെ പുസ്തകം എന്തിയെ? അത് പട്ടം തീർന്നപ്പോ പാത്രയെ കളഞ്ഞു. അറിയ നിങ്ങൾ രാവിലെ കിട്ടുന്ന മനോരമയുടെ പേപ്പർ ഉച്ചയ്ക്ക് കിട്ടിയാൽ അത് വേസ്റ്റ് കൊട്ടേ പോവുക. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഏത് പുസ്തകം നിങ്ങൾ വായിച്ചു ആ പുസ്തകത്തിന്റെ കഥ തീരുമ്പോൾ ആ പുസ്തകം അവസാനിക്കും. എന്നാൽ ഇന്ന് വരെ കഥ തീർന്നിട്ട് അവസാനിക്കാത്തൊരു പുസ്തകം ഉണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ മാത്രമേ ഉള്ളൂ. 23-ലും ഇതേ വചനം അവസാനിക്കുന്നത്, 24-ലും ഇതേ മർമ്മമാണ് വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി കാലത്തിനനുസരിച്ച് ഓടുന്ന ഏത് ഗ്രന്ഥമുണ്ടെങ്കിലും വിശുദ്ധ ബൈബിളാ. നരഭോജികളെയും നരസ്നേഹികളാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവിക വാചകത്തിന്റെ മുമ്പില് ഇന്ന് രാത്രിയിലായിരിക്കുന്ന കുഞ്ഞ് ഇതുപോലെ മഹാത്മ്യമായ ഒരു പുസ്തകം ഉലക ചരിത്രത്തിലില്ല. എന്തുകൊണ്ട് ഇതിനെ ഭയപ്പെടുന്നു? സകല മനുഷ്യരെ പേടിപ്പിക്കുകയ, എന്തിനാ അത് കത്തിക്കാൻ ശ്രമിക്കുകയ, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക. എന്തിനാ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതിനെ അവർ ഭയപ്പെടുക. ഇതിനെ എന്തിനാ ഭയപ്പെടുന്നത്? ഇതിന്റെ വാക്കുകൾ, ഇതിനകത്തെ വാചനങ്ങൾ, ഇതിന്റെ അകത്തുള്ള വചനം ജീവനുള്ളവ, അത് മനുഷ്യരോട് ഇടപെടുന്നവ. നീ ദുഃഖിച്ചിരിക്കുമ്പോൾ പറയുക, ദൈവജനമായ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം തന്നെയാണെന്ന് പറയുക. നമ്മൾ വിഷമിച്ച് എന്ത് ചെയ്യുമെന്ന് നോക്കുമ്പോൾ പറയാ, എന്തിനാ നീ വാഴപ്പെടുന്നത്? സകല നിന്റെ വിചാരങ്ങളും റോബിനെ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന വചനം നമ്മുടെ ഉള്ളിൽ വരിക എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ദൈവം നമ്മുടെ വചനത്താൽ ദൈവം സംസാരിക്കുകയാ. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാം, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വഴി ഇല്ലാഞ്ഞിട്ടല്ല ചെയ്യാത്തത്. പിന്നെന്താ? ദൈവം താങ്ങുന്ന ദൈവത്തിന്റെ കരമുള്ളത് കൊണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന ഒരുവൻ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. ഇന്ന് രാത്രി എത്ര ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കുഞ്ഞേ, നീ നിന്നതല്ല, ദൈവം നിന്നെ നോക്കിയതാ. ദൈവത്തിന്റെ കരുണ അനേകരെ നിങ്ങൾ നോക്ക്. നിങ്ങളുടെ ചുറ്റുപാടുള്ളത് തകർന്നുപോയപ്പോൾ, നിങ്ങളുടെ ചുറ്റുപാടുള്ളത് നിലംപരിശായപ്പോൾ, അവർക്ക് എഴുന്നേറ്റൊന്നും നടക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾ നടത്തിയ ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്ക്. അത്ര പറഞ്ഞ് ഞാൻ വിടുക. ഞാൻ സമയത്തിന് പരിമിതിയെ ഭയപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ സ്തോത്രം. ഒന്നാമത്തെ നമുക്ക് വാസസ്ഥലത്തേക്ക് അങ്ങ് പോവാം. ഒന്നാമത്തെ വാസസ്ഥലം സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ ഭീരുക്കൾ, ഒന്നാമത്തെ വാസസ്ഥലത്ത് പോകുന്ന ആൾക്കാരുടെ പേരാണ് ഒന്ന് ഭീരുക്കൾ. ആരായി ഭീരുക്കൾ? ഇന്നലെ വരെ അത്ഭുതം കണ്ടു, ഇന്നലെ വരെ ദൈവമഹത്വം കണ്ടു, ഇന്നലെ വരെ എന്ത് ചെയ്തു? ദൈവം കരുതിയ കരുതലും അതുമെല്ലാം മേടിച്ച് ഭക്ഷിച്ച് പാനം ചെയ്ത ശിഷ്യന്മാര്. അതിന് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിനകത്ത് 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പടകിൽ യാത്ര ചെയ്യുക. യേശു ശിഷ്യന്മാരും കൂടെ പോവുക, അക്കരയ്ക്ക് പോവുക. അപ്പൊ പടകിന്റെ അമരത്തിരുന്ന് യേശു ഉറങ്ങി. എന്താ യേശു ഉറങ്ങി?
യേശു ഉറങ്ങും. എന്നാ കാര്യം അറിയോ? ഞാൻ ചോദിക്കട്ടെ, ഞാനും ഷാജിപ്പാസും വേറെ ഒരാളും കൂടി ഇരിക്കുക. ഇതിനകത്ത് എനിക്ക് അറിയാവുന്ന ആള് ഷാജിപ്പാസാ. ഷാജിപ്പാസും ഞങ്ങൾ 3 പേര് ഇരിക്കുക. ഷാജിപ്പാസും വേറെ ഒരാളും കൂടി ഭയങ്കര വാചകരിക. ആ കാര്യം പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു, അവിടുത്തെ കാര്യം പറഞ്ഞു, അത്ഭുതം പറയുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? ഞാൻ സുഖമായിട്ട് ഉറങ്ങും. കാരണം എന്നോട് പറയാൻ ആരുമില്ല. വല്ല മനസ്സിലായോ? ഇവിടെ ശിഷ്യന്മാര് ഗ്രൂപ്പാണ്. യോഹന്നാൻ, പത്രോസ്, ഇവരെല്ലാം ഒന്നിച്ച് ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് അവർ വർത്തമാനം പറയാ. അവർ ഇന്നലെ നടന്ന അത്ഭുതങ്ങളും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യവും ഇതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. യേശുവിനോട് വർത്തമാനം പറയാൻ ആരുമില്ല. ഇപ്പോഴും അതാണ് അവസ്ഥ. ഇപ്പൊ ആരും യേശുവിനോട് സംസാരിക്കത്തില്ല. എല്ലാം സ്വയം അങ്ങ് സംസാരിക്കുക. നമ്മളോട് പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, എനിക്ക് വേണ്ടി ഒന്ന് ആമേൻ യാചിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാ. അങ്ങനെയല്ല കുഞ്ഞെ, നീ ദൈവത്തോടൊന്ന് സംസാരിക്കണം. ഇന്ന് രാത്രിയിൽ നീ 1 മണിക്കൂറെങ്കിലും ദൈവമായിട്ടൊന്ന് സംസാരിക്കണം. തമ്പുരാനോട് നീ സംസാരിക്കണം. നിന്റെ വാചകം കേൾക്കാൻ, നിന്റെ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ. പ്രാർത്ഥന ദൈവത്തോടാ. ദൈവമേ, എന്റെ ഭാവി എന്തായി, എന്റെ വിഷയം എന്തായി, എന്റെ വാക്തത്വം എന്തായി, എന്റെ വിഷയത്തിന്റെ പരിമിതി എന്തായി, എന്നോട് പറഞ്ഞ ദൂരമില്ലേ എന്ന് ദൈവത്തോട് യോജിക്കാൻ ഇന്ന് രാത്രി ആര് തയ്യാറാകുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇതെല്ലാം കണ്ടിട്ട് കോളക്കവും പേമാരി ഇതെല്ലാം കണ്ടപ്പം എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ ഞാൻ ചോദിക്കുക, നമ്മളെല്ലാരും കൂടെ ഒരു യാത്ര പോവുക. ഒരാൾ അമരത്ത് കിടന്നങ്ങ് ഉറങ്ങുക. യേശു ഉറങ്ങുക. നിങ്ങൾ ചിന്തിച്ചോ? ആ വാക്യം നിങ്ങൾ ചിന്തിച്ചോ? അവിടെ എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയാണോ? നാളെ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അങ്ങനെയാ ചോദ്യം. അങ്ങനെയാണോ ശരിക്കും ചോദിക്കട്ടെ? അങ്ങനെയല്ല. ചോദിക്കേണ്ട എങ്ങനെയാണെന്നറിയോ? നാളെ നമ്മൾ നശിച്ചു പോകുന്നതിൽ, നമ്മളെന്ന വാക്ക് വന്നപ്പോ ആര് വന്നു? യേശു ഉൾപ്പെട്ടു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെ മാത്രം ഉദ്ദേശിക്കുന്നത്? ഈ ഇരിക്കുന്ന ശിഷ്യന്മാർ, അവരെ മാത്രം എന്ന് പറഞ്ഞാൽ യേശുവിനെ എന്ത് ചെയ്തു? അവർ തള്ളി. പണ്ട് അങ്ങനെയാ, യേശുവിനെ അങ്ങ് തള്ളുക. ആമേനാനുസ്തോത്രം. യേശുവിനെ അങ്ങ് തള്ളി. എന്നിട്ട് ഇവര് പറയാ ഞങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇവരെ പോലെ മണ്ടന്മാര് വേറെ ഉണ്ടോ? അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, ഇങ്ങനെ വീരുക്കളാകുന്ന നിങ്ങളോട് ഞാൻ എന്താ പറയണ്ടേ? ആമേനാനുസ്തോത്രം. മനസ്സിലായോ? നിങ്ങൾ നോക്കി, യേശു എവിടെയാ കിടക്കുന്നേ? അമരത്ത. യേശു ആ പടകിലുണ്ട്. ആ പടക് തകർന്നാൽ, ആ പടകിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ആ പടകിനകത്ത് വെള്ളം കയറിയാൽ യേശു മുങ്ങും. ആ പടക് തകർന്നാൽ യേശുവും താഴെ പോവും. ഇവര് മാത്രമല്ല, ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാത്തൊരു വിഷയമാ കുഞ്ഞെ. നിന്റെ പടകിനകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് യേശു ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനത് പറയാം. നീ മാത്രമല്ല തകരുന്നത്. പ്രതികൂലത്തിനകത്ത്, പ്രതിബന്ധനത്തിനകത്ത്, കാറ്റിനകത്ത്, പ്രതികൂലത്തിനകത്ത് നീ മാത്രമല്ല തകരുന്നത്. പിന്നെ ആരും കൂടെ തകരുന്നേ? യേശുവും തകരില്ല. കാരണം യേശു പടകിലുണ്ട്. നമ്മളെ പടകിനകത്ത് യേശു ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു, നമ്മൾ മാത്രമല്ല യേശു. അങ്ങനെയാണ് യേശു നമ്മളെ തകരാൻ സമ്മതിക്കൂ. ഇന്ന് രാത്രി ഉറപ്പും ധൈര്യമുള്ളവരായി ഇരിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കുകയാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? ഇന്ന് രാത്രി ഭീരുക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഭീരുവായിട്ടാ നമ്മുടെ യാത്രയെങ്കിൽ, ഭയന്ന യാത്ര ചെയ്യുന്നെങ്കിൽ, ഭീരുവായിട്ടാ പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തിനെ കണ്ടാലും ഭയം, പ്രാർത്ഥിക്കാൻ ഭയം, ആരാധിക്കാൻ ഭയം, പോകാൻ ഭയം, നിൽക്കാൻ ഭയം, ധൈര്യമായിട്ട് പ്രവർത്തിക്കാൻ ഭയം. ഇന്ന് രാത്രി ആ ഭയമെല്ലാം നീങ്ങട്ടെ കുഞ്ഞെ. ഭയമൊക്കെ മാറ്റിവെച്ച് യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഉറപ്പിക്കുക, നിന്റെ പടക് തകയില്ല. ഭീരുത്വം വേണ്ട. ഇന്ന് രാത്രി ഭീരുക്കൾ എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഭീരുക്കളായിരിക്കുന്നവർ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല? പ്രവേശിക്കില്ല. ആമേനാലിയ. അടുത്തത് അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിശ്വാസി. വിശ്വാസം ഉണ്ടെന്ന് പറയേ അതെന്ത് ചെയ്യാത്ത, വെളിപ്പെടുത്താതെ ഇരിക്കുന്നയാൾക്കാർ, രണ്ടിനാലും ഞെരുങ്ങുന്നയാൾക്കാർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ 6ന്റെ അക്കരെ ഞാൻ സ്ഥലം വാങ്ങിച്ചു. എനിക്കൊരു സ്ഥലമുണ്ട് 6ന്റെ അക്കരെ. ഞാൻ അവിടെ വാങ്ങിച്ചു, അവിടെ വീടുണ്ട്. അപ്പൊ 2 വള്ളമുണ്ട് അവിടെ. ഒന്ന് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. ഞാൻ ഈ വാടകയ്ക്ക് താമസിക്കുക. ആ താമസിക്കുന്ന ഉടമസ്ഥന്റെ വള്ളവും ഞാൻ എന്റെ സഭയില്
പിന്നെ സെക്രട്ടറിയുടെ വള്ളവും, ഈ രണ്ട് വള്ളവും ഞാൻ ചെന്നപ്പോ അവിടെ ഉണ്ട്. അപ്പൊ ദൂരെ നിന്ന് കണ്ടപ്പം സെക്രട്ടറി പറഞ്ഞു, പുള്ളി എന്റെ സഭയിലെ പാസ്സാണ്, എന്റെ വള്ളത്തേലേ കയറത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് അച്ഛൻ പറഞ്ഞു, എന്റെ വീട്ടിൽ ആ പുള്ളി താമസിക്കുന്നത്, എന്റെ വള്ളത്തേലേ കയറത്തുള്ളൂ, നിങ്ങൾ പറ ഞാൻ ആരുടെ വള്ളത്തിൽ കയറും? ആകെ രണ്ട് വള്ളവും ഉണ്ട്. ഇവര് രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരുവാ. ഞാനൊരു തീരുമാനം എടുത്തു, ചെന്നു. ഒരു വള്ളം തോമാച്ചന്റെ വള്ളത്തേലും ഒന്ന് അവകാശത്തിന്റെ വള്ളത്തേലും, രണ്ടു കാലും രണ്ട് വള്ളത്തേലും വെച്ചു. തോമാച്ചൻ അങ്ങോട്ടും തുഴഞ്ഞു, അവകാശൻ ഇങ്ങോട്ടും തുഴഞ്ഞു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞു. ഞാൻ വെള്ളത്തിനകത്തു. വല്ലതും മനസ്സിലായോ? ഇന്ന് രാത്രിയിൽ മാനുഷികമായിരിക്കുന്ന ചിന്തകളാൽ പോകരുത്. അവകാശം പിണങ്ങുന്നു, അമ്മായി പിണങ്ങുന്നു, ഇതൊന്നും വിജയമല്ല. ഇന്ന് രാത്രിയിൽ നിന്റെ അവിശ്വാസം വിട്ടുകളാം. നിന്റെ രണ്ടിനാലുള്ള യാത്ര ഒന്നേ ദൈവം. തമ്പുരാന്റെ മുന്നാല് യാത്രയും പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും സങ്കടം വന്നാലും വേദന വന്നാലും നാം എന്തു സംഭവിച്ചാലും ഞാൻ എന്ത് ചെയ്യും? ഈ തമ്പുരാനെ വിട്ടു പോകില്ലെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. അതിനാ പറയും, ഉറക്കും ധൈര്യമുള്ളവനായിരിക്കും. അവരാ ദൈവത്തിന് ആവശ്യം. അവിശ്വാസികൾ, അടുത്ത വാക്ക് പറയാ, അകറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വന്നില്ലേ, ദൈവം സുശേഷകരൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ ഒരു ആശങ്ക, പിന്നെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഉള്ള ചിന്ത. നല്ലതാ. ആമേനാടുത്തതും അകറ്റപ്പെട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അകറ്റപ്പെടുക. അതിനൊരു ഉദാഹരണം പറയാം. ഒരു തോട്. ആ തോടിനെ നമ്മൾ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓടി വന്നിട്ട് ആ തോട് ചാടിയാൽ നമുക്ക് അക്കരെ കയറാം. പക്ഷേ ഓടി വന്നേച്ച് ആ തോടിന്റെ അരിയിലേക്ക് വന്നിട്ട് ഒരു നിപ്പ് നിന്നേച്ച് അടച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ തോട്ടിനകത്തേ വീഴുള്ളൂ. കാരണം നമുക്ക് ചാടാനൊക്കത്തില്ല. ഇതുപോലെ എന്ത് ചെയ്യാണ്? പകച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് ഈ വേദപുസ്തകം പറയുന്നത്. ഇന്ന് രാത്രിയിൽ പകച്ചു നിൽക്കാതെ, അറച്ചു നിൽക്കാതെ, ഇന്ന് രാത്രിയിൽ ഒന്ന് ധൈര്യമുള്ളവനായി ഞാൻ ചാടിക്കടക്കും. ആ പ്രതികൂലങ്ങളെ, ആ പ്രതിബന്ധനങ്ങളെ എനിക്കതൊരു വിഷയമല്ല. തമ്പുരാൻ എന്റെ കൂടെ ഉണ്ട്, യേശു എന്റെ കൂടെ ഉണ്ട്, ഞാൻ വിശ്വസ്തനായ വിളിച്ച ദൈവം വിശ്വസ്തനാ എന്ന് വിചാരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി പറയാൻ കഴിയുമോ? ആ വിശ്വാസികൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അകറ്റപ്പെട്ടവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അതാമേൻ ആദ്യ സ്വന്തം. അടുത്ത വാക്യം പറയുന്നു, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ. നമുക്ക് ശുദ്രവും ബിംബാരാധനയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും, ഉണ്ടോ വാസേ? അതേ ഉള്ളൂ. ബിംബാരാധന, വിഗ്രഹ, അതിനെ പറയുന്നത് നിങ്ങൾ വായിക്കണം. ഞാനത് വായിപ്പിക്കുക. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചേ ആരെങ്കിലും ഒരാൾ. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ധനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുഖ്യാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ദോഷം പോലെയും മത്സരം എന്തോ പോലെയാ? ആഭിചാരദോഷം പോലെയും. അപ്പൊ മത്സരം എന്തുകൊണ്ട് നമുക്കില്ലേ? നമുക്ക് അതേ ഉള്ളല്ലോ. എന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരാത്തത് കൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വരികയില്ല. എന്റെ വീട്ടിൽ വന്നു, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, നീ ചായ കുടിച്ചില്ല, അതുകൊണ്ട് നിന്റെ വീട്ടിലും വരുമ്പോൾ ഞാൻ ചായ കുടിക്കത്തില്ല. നീ എന്നോട് മിണ്ടിയില്ല, അതുകൊണ്ട് ഞാനും നിന്നോട് മിണ്ടാമെന്ന് വലിയ താല്പര്യമില്ല. ഭയങ്കര മത്സരമാ. ഉദ്ദേശിച്ച് പറഞ്ഞു, കള അമ്മാമ്മേ, കള പോട്ടെ, അച്ഛാ വീട് എന്നാ പറഞ്ഞു. ചത്തോ ഞാൻ വിടുകയാണ് ഭാഷ, ഞാനത് പറയും, ഇത് വിട്ടുവെച്ചേക്ക. എന്നിട്ട് ഇവിടെ എന്നാ ആത്മാവ് ആത്മാവ് വരികയല്ല, ആത്മാവ് പറയും ഇപ്പൊ അങ്ങ് വരുന്നില്ലെന്ന് പറയും. കാരണം എന്നാ? ഇതാ നമ്മുടെ മനസ്സ് മൊത്തം എന്താ ഇരിക്കുക? ഈ ശാഠ്യം ഇരിക്കുക, കൊച്ചുപിള്ളാരുടെ കൂട്ട്. എന്ത് മത്സരം ഇരിക്കുക, മത്സരമാ.
ഭയങ്കര മത്സരം. ഒരു ഭാഗം കൂടുതൽ കൊടുത്ത അന്നാലും മത്സരം. എന്തോ ഏതെല്ലാം ടൈപ്പിലാ മത്സരം നടക്കുന്നത്. ഇന്ന് രാത്രി മത്സരമെല്ലാം കള. നിന്നോട് മിണ്ടിയില്ലേ, നീ ചെന്ന് മിണ്ട. നിന്റെ വീട്ടിൽ വന്നില്ലേ, നീ ചെല്ല്. നിന്റെ വീട്ടിൽ ആഹാരം കഴിച്ചില്ലേ, നീ ചെന്ന് കഴിക്ക്. നീ ഒന്ന് കെട്ടിപ്പിടിക്ക്. നീ സ്നേഹത്തോടും പുഞ്ചയോടും വർത്താനം പറ. ആമേൻ. എന്താണെന്ന് അറിയാവോ കുഞ്ഞേ, മനുഷ്യായി സൽപ്പായുസ. ഇന്ന് രാത്രിയിൽ ആർക്കാണ് ആമേൻ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആമേൻ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ സ്നേഹത്തോടും ആമേൻ ആദരവോടും കൂടി ആയിരിക്കണം. ഒരാളും പറയരുത് ആ മനുഷ്യനെ പോലൊരു മനുഷ്യൻ ലോകത്തിലില്ലെന്ന് പറയരുത്. നിന്നെ ശപിക്കരുത്. ഇന്ന് രാത്രിയിൽ പറയണം ആ അദ്ദേഹത്തെ പോലൊരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തെ പോലൊരു നല്ല ആമേൻ അറിയ ഇന്ന് രാത്രിയിൽ ആ പുഞ്ചിരി ഒന്ന് വെളിപ്പെടട്ടെ കുഞ്ഞെ. ഇന്ന് രാത്രി ചിലരാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, 2 രൂപ കൂടുതലുണ്ടെങ്കിൽ 2 അന്യഭാഷ കൂടുതൽ പറഞ്ഞാൽ പിന്നെ മിണ്ടുകയല്ല, ആരോടും മിണ്ടുകയല്ല. വായെല്ലാം പൂട്ടിക്കെട്ടി ഇങ്ങനെ നീര് വെച്ച പോലെ ഇരിക്കും. ആമ എന്നാന്ന് എനിക്കറിയത്തില്ല, കുറ കൂടുതൽ കൊണ്ടാണെന്ന് അറിയത്തില്ല. ചിരിക്കത്ത് പോലും ഇല്ല. ഭയങ്കര സങ്കടമാണ്. ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ചാച്ചൻ പറഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു പിന്നെ പാമ്പിന്റെ വാല്, പുല്ല് പറിക്കാൻ പോയതാ, പാമ്പിന്റെ വാല് കണ്ടെന്നും പറഞ്ഞ ഒറ്റ കരച്ചില്. ഞാൻ പറഞ്ഞു ഒന്നിൽ തല കാണുമായിരുന്നു എന്തോ ചെയ്തേനെ, അമ്മച്ചി ചത്തുപോയേനെ. പാമ്പിന്റെ വാല് കണ്ടപ്പോ ഈ അവസ്ഥയാണെങ്കിൽ ഇന്ന് രാത്രി ഈ സങ്കടമാ. ദൈവമക്കളെ, നമ്മൾ കരയാനുള്ളവരല്ല, കരയണം എവിടെയാണോയോ? ദൈവത്തിന്റെ മുമ്പിൽ. ഈ മനുഷ്യന്റെ മുമ്പിലല്ല, തമ്പുരാന്റെ മുമ്പിൽ, കർത്താവിന്റെ മുമ്പിൽ. ഇന്ന് രാത്രി കർത്താവിന്റെ മുമ്പിലേ കരയാവുള്ളൂ. നീ മനുഷ്യന്റെ മുമ്പിൽ കരയരുത്. മനുഷ്യന്റെ മുമ്പിൽ നല്ല ഗെറ്റപ്പായിട്ട് നിൽക്കണം, ചിരിച്ചോണ്ട് നിൽക്കണം. എന്നാലും പിതാവ് പറയും, ഞാൻ ഇന്നലെ ഇവനത്തെ ഒരു പണി കൊടുത്താണല്ലോ, എന്നിട്ട് ഇവന്റെ മുഖത്തൊരു വാട്ടമൊന്നും ഇല്ലല്ലോ, ഇവൻ ചിരിച്ചോണ്ടിരിക്കുന്നല്ലോ എന്ന് പറയണം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്ന് എന്നെ ശുശ്രൂഷിക്കാൻ പാസ് വിളിച്ചു, ഞാനും വന്നു, ഞാനും കഴിയുക നിങ്ങളും കഴിയാണ്, എന്നാ പറയും? ജാരിപ്പാസ് മീറ്റിംഗ് തീർന്നാ ഒന്നേ ചോദിക്കും, ജാരിപ്പാസ് ഈ കാര്യത്തിന് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കും. ഉറപ്പാ. ഇവിടെ എങ്ങും ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണ് കാറ്റ് കൊടുത്ത് ഭ്രാന്തനെ വരുത്തിയെന്ന് ചോദിക്കും. എന്നാ കാര്യം? കഴിയില്ലേ? ഞാനും കഴിയുക നിങ്ങളും കഴിയുക. എന്താ അവസ്ഥ? ഇന്ന് രാത്രി കരയേണ്ടടുത്ത് കഴിയണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. ഇന്ന് രാത്രി ആര് പ്രതികരിക്കാൻ തയ്യാറാകുമോ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ തയ്യാറാ. ഇന്ന് രാത്രി കേൾക്കുന്ന സന്ദേശത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ആമേൻ ആലിയ പക വിട്ടുകള കുഞ്ഞെ, ആമെ വൈരാഗ്യങ്ങൾ വിട്ടുകള. ആമേൻ ആലി സ്വന്തം നിന്റെ അതിരിന്റെ പേര് കേസോ വഴക്കോ ഒന്നും പോകേണ്ട കുഞ്ഞെ. എന്താ കാര്യം? നമുക്ക് അല്പായുസ, നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല. നമുക്കിവിടെ ഒന്നുമില്ല, നമുക്കൊന്നുമില്ല കുഞ്ഞെ. ഇന്ന് ഈ പിടിക്കുന്ന ശ്വാസം, ഞാനൊരു കാര്യം പറയാം. ആമേൻ ആലി സ്വന്തം നമുക്ക് ചവപ്പട്ടിക്കകത്ത് നമുക്ക് ഇട്ടേക്കുന്ന ഡ്രസ് പോലും ഇവര് തരികയില്ല. ആമേൻ ആലി ഉള്ളതെല്ലാം ഊരി ഇട്ടേച്ച് അവര് വിടുകയുള്ളൂ, ഒന്നും തരികയില്ല. തരുവ് നോക്കി ഇരിക്കുകയാണോ? മിക്കവാറും തരത്തേ ഇല്ല. ആമേൻ നല്ല കണ്ണാടിയാണ് അമ്മ ആദ്യം അടിച്ചു മാറ്റും, എല്ലാം എടുത്തേച്ചേ വിടുകയുള്ളൂ. അമ്മാര് കഴിയുന്ന തുണിയില്ലാതെ വിടാനാണ് അമ്മാരുടെ ശ്രമം. പിന്നെ എന്നാ ചെയ്യാൻ, അപ്പനായി പോയില്ലേ നോക്ക്, അമ്മാര് നല്ലൊരു വസ്ത്രമൊക്കെ തന്നു വിടുക. ആമേ അതാ പരിവം. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുക. പണ്ടേ ഒരപ്പൻ മരിക്കുന്നതിന് മുമ്പ് 2-3 മക്കളുണ്ട്. ആമേൻ ആലിസ്വരം. അമ്മര് 3 പേരും 4 പേരുണ്ട്. 4 പേരും, ഒരാൾ അമേരിക്ക, 2 പേര് വിദേശത്തൊക്കെയാ. ഒരുത്തൻ ഡോക്ടറാണ്, ഒരുത്തൻ പിന്നെ എഞ്ചിനീയറാണ്. ആമേൻ ആലിസ്വരം. അങ്ങനെ ഒരുത്തൻ ടീച്ചറാണ്, ഒരുത്തൻ ബിസിനസ്സുകാരനാ. ഇത് 4 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ മരിക്കുമ്പം എനിക്ക് ഒരു 25,000 രൂപ വെച്ച് എന്റെ ചവപ്പെട്ടിക്കകത്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞു. അമ്മാര് പറഞ്ഞു അതിനെന്നെ അപ്പൊ വെച്ചേക്കാന്ന് പറഞ്ഞു. ഉമ്മാരി ബാക്കി എല്ലാ അമ്മാരും കാശ് കൊണ്ട് വെച്ചു, 25,000 വെച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ ബിസിനസ്സുകാരൻ എന്നാ അറിയോ, ഈ 4 25,000 ഇങ്ങ് എടുത്തേച്ച് 75,000 കൂടെ ചേർത്ത് അവന്റെയും കൂടെ ചേർത്ത് 1,00,000 രൂപയുടെ ചെക്ക് അവൻ വെച്ചു. അപ്പൻ ജീവിതകാലത്ത് ചെക്ക് മാറുകയല്ല. അപ്പം മരിച്ചുപോയില്ലേ, അപ്പൻ ചെക്ക് മാറുമോ? അതാ മക്കള്. മനസ്സിലാകുന്നവർക്കാർ ദൈവത്തെ തുതിക്കുക. ആമേനാല് ഇതാ അവസ്ഥ. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഇതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ന് രാത്രി കർത്താവ് നിന്നെ ചോദിച്ചാൽ, ഇന്ന് രാത്രി നമ്മുടെ പ്രാണൻ ചോദിച്ചാൽ ഒന്നും പറയാനില്ല കുഞ്ഞെ. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ മത്സരമെല്ലാം കള. നമുക്കാരോടും വിദ്വേഷം വേണ്ട. ഇന്ന് രാത്രി മിണ്ട്, സന്തോഷിക്ക്, പുഞ്ചിരിയോടെ മുഖത്തോടെ, ചിരിച്ച മുഖത്തോടെ നാം ഒന്ന് ഇടപെടുകുഞ്ഞെ.
നിന്റെ ചിരി കാണുമ്പോൾ നിന്നെ തല്ലാൻ വരുന്നവരും എന്ത് ചെയ്യും? മാറിപ്പോകും. കാരണം എന്നറിയോ? ഭയാനകമായ നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചിരി. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? അടയ്ക്കപ്പെട്ടവരായി മത്സരം നമുക്ക് വേണ്ട കുഞ്ഞെ. മത്സരം ആമേനാലി സ്വപ്നം നമുക്ക് ശാഠ്യം വേണ്ട. പാശു പറയാ വിട്ടുകള, അമ്മാമേ സംസാരിക്കുക, വിട്ടുകള, ആ വിഷയം കള, അതൊക്കെ പോട്ടെന്നേ, സാരമില്ലെന്നേ എന്നൊക്കെ പറയുമ്പം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് അതിനെ മുറുകെ പിടിക്കുകയല്ല ചെയ്യേണ്ടത്. അന്നാ ഓക്കെ പാഷേ, ഞാൻ പാഷ് പറഞ്ഞ് ഞാൻ വിട്ടേക്കുക, ഞാൻ അത് കളഞ്ഞു, ഇനി അതെടുക്കില്ല, ഞാൻ സംസാരിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ 9 കൂട്ടം പാപം ചെയ്യുന്ന 9 കൂട്ടം വ്യത്യസ്തമായ ആൾക്കാർ പോകുന്ന എവിടെയാണെന്നറിയോ? ആമേനാലിയ തീയും ഗന്ധകവും ഒഴുകുന്ന ഒരു വാസസ്ഥലത്തേക്കാ പോകുന്നത്. അവിടെ എന്താ ഉള്ളതെന്നറിയോ? തീയുണ്ട്, ഗന്ധകമുണ്ട്. ഈ തീയും ഗന്ധകം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തീ കത്തുകയാ, അതിനകത്തൂടെ എന്ത് ലാവ പോലെ ഒരു സാധനം ഇങ്ങനെ ഒഴുകി വരികയാ. അതുകൊണ്ടാണ് തീയും ഗന്ധകവും ആമേൻ എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാസസ്ഥലമാണോ നമുക്ക് വേണ്ടത്? എന്റെ പൊന്നച്ച, എനിക്ക് വാസസ്ഥലം വേണ്ട. ഇന്ന് രാത്രി ഈ വാസസ്ഥലത്തേക്ക് പോകാനല്ല നാം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ മഹത്വത്തിന്റെ വർണ്ണനമായിരിക്കുന്ന ഒരു സ്വർണ്ണ തിരുവേദിയായ ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രി നാം ആഗ്രഹിക്കുകയാ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അടുത്ത വാസസ്ഥലം എന്ന് പറയുന്നത് യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം, ആമേൻ ഹല്ലേലൂയ, അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ 9 പാവമൊന്നും വേണ്ട, ഒറ്റ പാവമേ ഉള്ളൂ. ആഡംബരത്തോടെ ജീവിച്ചു. ആഡംബരത്തോടെ, ആഡംബരം എന്ന ആമേൻ ആമേൻ ആഡംബരത്തോടെ ജീവിച്ചു. നിങ്ങൾ നോക്കണം ലൂക്കോസിന്റെ സുവിശേഷം, ആമേൻ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ 16-ാം അധ്യായം അവിടെ 19-ാം വാക്യം കാണുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ ധനവാൻ അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ പറയാം, എന്നേക്കാൾ ഡീസന്റ് ആളാണ് ധനവാൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു മുട്ടായി ഒരാൾ തന്നാൽ നിങ്ങൾ വാങ്ങിക്കോ? ഒരു കുഷ്ഠരോഗി ഒരു മുട്ടായി വരിക, നിങ്ങൾ വാങ്ങിക്കോ? വാങ്ങിക്കത്തില്ല. അതിന്റെ കാര്യം മുട്ടായി കുഴപ്പമില്ല, കുഷ്ഠരോഗിയാണ് തരുന്നത്. അതിന്റെ മേലിലൊരു കവള്, അതിന്റെ അടിയിലൊരു കവള്, അതിന്റെ അകത്ത് മുട്ടായി ഇരിക്കുന്നത്. വാങ്ങിക്കത്തില്ല. എന്നാ കാര്യം? അത് കുഷ്ഠരോഗി തരുന്നതുകൊണ്ട് വാങ്ങിക്കത്തില്ല. ഇതുപോലെയാണ് ആമേനാലിയ. അങ്ങനെയാണ് മേശ നിന്ന് വീഴുന്ന ഭക്ഷണത്തിന്റെ ഞുറുക്കുകൾ ഭക്ഷിച്ച് ജീവിച്ചവനാണ് ധനവാൻ. നമുക്കില്ലാത്തൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മാരകഭാവമൊന്നും ചെയ്തില്ല, ഒറ്റ പാവേ ചെയ്തുള്ളൂ. ആഡംബരത്തോടെ ജീവിച്ചു. ആ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകാം. ആഡംബരത്തോടെ ജീവിച്ചു. ആഡംബരത്തോടെ ജീവിച്ച നിന്റെ താഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. ഒരു 40 അടി നീളത്തിൽ ആമേൻ ഒരു മുറിയാണ്. ആ മുറിക്കകത്ത് വിവിധതരം പുഴുക്കളുണ്ട്. എന്തിനാ ഈ ആഡംബരം? നമ്മുടെ ശരീരത്തെ നാം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആഡംബരം ഉണ്ടാകുന്നത്. ആമേൻ അറിയ. അതിനെന്ത് ചെയ്യാം? ആമേൻ എന്ത് ചെയ്യാം? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സൗന്ദര്യം കണ്ടോ? നല്ല മനോഹരമായ സൗന്ദര്യമാണ് നമുക്ക്, ബോധമില്ല. ഈ പിരിയം കണ്ടോ? പിരിയം, ആ പിരിയം ഉണ്ടല്ലോ, ആ പിരിയം നമ്മളെ ഒന്ന് വലിച്ചു കളയുക. ഞാൻ ചോദിക്കട്ടെ, ഈ ഞങ്ങൾ ഷേവ് ചെയ്തില്ലെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് താടി ഉണ്ടാവും, പെട്ടെന്ന് വളരും. ഇതുപോലെ പിരിയം വളരുവാണ് എന്നായിരുന്നു അവസ്ഥ. ഞാനൊരു ഈർക്കിലും കൊണ്ട് നടക്കണം. ഞാൻ ഈർക്കിലും കൊണ്ട് എന്ത് ചെയ്യണം? പൊക്കിയിട്ട് ചോദിക്കണം, ആരാ വന്നേ? ഷാരിപ്പാസാണോ? ഗ്ലോറി, ക്രൈസ്തലോ? ഇനി എനിക്ക് ഒത്തിരി നേരം ഇത് പൊക്കിപ്പിച്ചോണ്ട് നിൽക്കാൻ വയ്യ, അതുകൊണ്ട് ഇട്ടും തീർന്നു. അത് വളരത്തില്ല. അത് മനോഹരമായി സൃഷ്ടിച്ചിരിക്കുക. ഇനി നമുക്ക് മൂക്കിനകത്ത് രോമങ്ങൾ കൊടുത്തിട്ടുണ്ട്. രോമങ്ങൾ നമ്മളത് കട്ടിയെ വെച്ച് വലിച്ച് കട്ട് ചെയ്ത് പരുവക്കേടാക്കുക. ആമേനറിയാം. ഇതെന്തിനാ വരുത്തേക്കുന്നത്? ചെറിയ നനവും, അതിനകത്ത് ചെറിയ നനവുണ്ട്. ഇത് നല്ല പൊടിയുള്ള സ്ഥലത്ത് ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ആ പൊടി അങ്ങോട്ട് അടിച്ച് നമ്മുടെ മൂക്കിനകത്തോട്ട് കയറി കഴിയുമ്പം ഈ മൂക്കിന്റെ ഇവിടുന്ന് മേളിലോട്ട് എന്ത് ചെയ്യത്തില്ല? ഈ പൊടി കയറത്തില്ല. ഈ നനവിനകത്ത് ചുറ്റിയിരിക്കും. നിങ്ങളൊരു മനോഹരമായ കച്ചിപ്പെടുത്തൊന്ന് ഇട്ടു നോക്കിക്കേ, അത്രയും ഭാഗത്ത് ആ പൊടിപടലങ്ങൾ കാണാം. എന്ന് പറഞ്ഞാൽ ഈ പൊടി മേളിലോട്ട് കയറരുത്. തോമാച്ചന്റെ അന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തോമാച്ചന്റെ അവിടെ പോയിട്ട് നല്ല പൊടിയൊക്കെ വാങ്ങിച്ച് ആ കർത്താവെ ഇത്രയും മനോഹരമായിട്ടൊക്കെ നീ കുത്തിച്ചാലും ഞാൻ വലിച്ചാകുമെന്നും പറഞ്ഞ് വലിച്ചങ്ങ് തേക്കുക. പ്രൈതലോടാരിയ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതിനുവേണ്ടി തന്നതല്ല ഈ മൂക്ക് ശ്വസിക്കാൻ തന്നതാ. ഇത് ദൈവത്തിന്റെ മഹത്വമാണ്. ഇതിനകത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മൂക്ക് എങ്ങാനും മേളിലോട്ട് വെച്ചിരുന്നെങ്കിൽ ഊപ്പാട് വന്നേനെ. എന്നെ കാര്യം മഴ എങ്ങാനും പെയ്ത ആ വെള്ളം അല്ലേ ഇറങ്ങി തട്ടേനെ. ആമേൻ. ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ മഹത്വത്തെ അറിയാതെ പോകരുതേ കുഞ്ഞെ. ഇന്ന് രാത്രി സൗന്ദര്യത്തെ, നിന്റെ സൗന്ദര്യം
പാരമ്പര്യം എങ്ങനെയാ വർദ്ധിക്കുന്നത്? സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ അടിക്കുമ്പോൾ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ അടിക്കുമ്പോൾ നീ ശോഭിതമാകുകയാ. ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് ചേർന്നിരുന്നേ, ദൈവത്തോടൊന്ന് ഇരുന്നേ. അതുകൊണ്ട് നിന്റെ യൗവനം പുതുക്കി വരികയാ. ആമേൻ. അറിയാ, നിന്റെ യൗവനം കണ്ടാൽ ഇന്ന് രാത്രി ദൈവത്തോടു കൂടെ ഇരിക്കുന്ന ദൈവവൈദ്യനെ കണ്ടാൽ അവന് ആമേൻ അറിയാം, അവന്റെ തേജസ് വേറെ ഒന്ന്. ഇന്ന് രാത്രി തേജസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ മേലൊന്ന് വെളിപ്പെടട്ടെ. ഇന്ന് രാത്രിയിൽ ആ തേജസ് നമ്മുടെ മേൽ വരുമ്പോൾ ഇരുനിറമായിരിക്കുന്ന നമ്മുടെ അവസ്ഥയൊക്കെ അങ്ങ് മാറും. ആമേൻ. ഒരു വലിയ തേജസ്സാ, ഒരു വലിയ മഹത്വമാ. ഇന്ന് രാത്രിയിൽ അതൊന്ന് വെളിപ്പെടട്ടെ, ആ തേജസ് ഒന്ന് വെളിപ്പെടട്ടെ. എത്ര ശോഭിതമാണെന്നറിയോ? നമ്മുടെ മുഖമൊക്കെ കണ്ടാൽ ചിലർ ചോദിക്കും എന്താണെന്നറിയില്ല, എന്തോ ഒരു ശോഭയുള്ളതുപോലെ ഒരു പ്രത്യേകത നിങ്ങളുടെ മുഖത്തിനുണ്ടല്ലോ ആന്റി, ഉണ്ടല്ലോ അച്ഛാ എന്ന് ചോദിക്കുന്നതിന്റെ കാരണം എന്നാ? നമ്മുടെ മേൽ ഒരു ദൈവതേജസ് ഉണ്ടാവുകയാണ്. അപ്പൊ ആഡംബരത്തോടെ അവിടെ വായിക്കുന്നതിനാ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. ഈ ദൂതന്മാർ രണ്ടുപേരും കാലെ പിടിക്കും, കയ്യേയും പിടിക്കും, രണ്ട് വീശ് എടുത്ത് ഒറ്റയേറ. മേലിൽ ഒരു പുഴുവിനെ വെച്ചിട്ടുണ്ട്, കൃമിയുണ്ട്, കൃമി കൊണ്ട് ഒരു പുതപ്പ്. നന്നായി. പുഴു പോരാനിട്ട് കൃമിയും കൂടെ ഒരു പുതപ്പ്, അതും കൂടെ ഇട്ട് നല്ല പരുവക്കേട് എടുത്ത് കാലയിലും. നിങ്ങൾ നോക്കണേ, അന്നാലും പുഴു വന്ന് നേരെ തലയിലോട്ട് വീഴുക. അന്നേരത്തെ എന്ത് ചെയ്യുന്നു? ഒന്നും വായി കയറുന്നു, ഒന്നും കണ്ണി കയറുന്നു, ഒന്നും അയില കയറുന്നു. നമ്മൾ ഇതെല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോഴാ മറ്റേ ധനവാൻ മേളിലോട്ട് നോക്കിയപ്പോഴാ അബ്രഹാം പിതാവിന്റെ മടിയിൽ പുഴുവിനകത്ത് കിടന്നവൻ അവിടെ നല്ല സുഖമായിട്ടിരിക്കുന്ന കാഴ്ച കണ്ടത്. ഇന്ന് രാത്രി ക്രിസ്തീയ ജീവിതം സുഖകരമല്ല കുഞ്ഞേ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആമേൻ. അറിയ യേശു പറഞ്ഞത്, നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നുവെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞത്, ആമേ, ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യമെന്നല്ല, ദുഃഖിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനം തകർന്നാ കേൾക്കുന്നതെങ്കിൽ, സങ്കടത്തോടാ കേൾക്കുന്നതെങ്കിൽ, വേദനയോടാ കേൾക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ നിന്നോട് ദൂത് കൈമാറുകയാ. ആമേൻ. നീ ചിരിക്കുന്നൊരു ദിവസമുണ്ട്, നീ സന്തോഷിക്കുന്നൊരു ദിവസമുണ്ട്. നിനക്ക് വേണ്ടി എന്റെ പ്രാണപ്രിയൻ നമുക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവസാനത്തെ സെല്ലിലേക്ക് നമുക്ക് പോകാം. ആമേൻ. മൂന്നാമത്തെ വാസസ്ഥലം അത് ആമേനായ മർക്കോസിന്റെ സുവിശേഷം, ആമേനായ സ്വന്തം 9-ാം അധ്യായം, ആമേന അതിനകത്ത് 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൺമാങ്ങ ഉപ്പിട്ട് വയ്ക്കും, മാങ്ങ ഉപ്പിട്ട് വയ്ക്കും, നെല്ലിക്ക ഉപ്പിട്ട് വയ്ക്കും, അങ്ങനെ പലതും ഉപ്പിട്ട് വയ്ക്കും. എന്നാൽ ദൈവം മനുഷ്യനെ ഉപ്പിട്ട് വയ്ക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആമേനാലിയ ഒരു നീളമുള്ള പലക, തീപ്പലക, അതിനകത്തേക്ക് കിടത്തിയിട്ട് അതിന്റെ മേലിൽ തീപ്പലക വെക്കും, അതിന്റെ മേലിൽ മനുഷ്യനെ അടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നവയോ? ഉപ്പിട്ട് വയ്ക്കും. അതാരെ വെക്കുന്നവയോ? ഇടച്ച വരുത്തുന്നവരെ, ആമേനാലിയ മറ്റുള്ളവരെ തകർക്കാൻ നോക്കുന്നവരെ, മറ്റുള്ളവർക്കെതിരെ അപവാദം പറയുന്നവരെ, മറ്റുള്ളവർക്കെതിരെ ദൂഷണം പറയുന്നവരെ, മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്നവരെ എന്ന് ആമേനാലിയ. നിങ്ങൾ ദേവപുസ്തകം വായിക്കണം. യോഗ്യൻ വന്നിട്ട് യേശുവിനോട് പറയാ, ഗുരു, നമ്മുടെ കൂട്ടത്തിൽ കണ്ടില്ലല്ലോ, പക്ഷെ അവിടെ ഭൂതങ്ങൾ പുറത്താകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞപ്പം യേശു പറഞ്ഞത്, അങ്ങനെയാണോ കുഞ്ഞെ എന്നല്ല ചോദിച്ചത്. യേശു പറഞ്ഞു, കുഞ്ഞെ, നീ ഒരുത്തൻ ഇടർച്ചയായി ഇരിക്കാതെ തിരിക്കല്ല് കെട്ടി നിന്നെ എന്ത് ചെയ്യാ? സമുദ്രത്തിൽ ഇട്ട് കളയാൻ പറഞ്ഞു. എന്തിനാ തിരിക്കല്ല് കെട്ടുന്നേ? 3-ാം നാൾ പൊങ്ങി വന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രശ്നമാകാതിരിക്കാനാ. ഇത് ചത്തതാണോ? ആത്മഹത്യയാണോ? ഇതെന്താ സംഭവിച്ചേ എന്ന് പറഞ്ഞ് തലവേദനയാകാതെ ഒറ്റയടിക്ക് താന്നു പൊക്കോട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും ഇടർച്ച ഉണ്ടാകരുത്. എന്നിട്ട് യേശു പറഞ്ഞൊരു പദം കേൾക്കണോ? കർത്താവ് പറയാ, അവരെന്റെ നാമത്തിലല്ലേ ചെയ്യുന്നത്, ചെയ്തോട്ടെ, സാരമില്ല. ആമേനാലിയ. ഞാൻ അന്ത്യനാളിൽ ഞാൻ അവരെ അറിയുന്നില്ലെന്ന് പറയും. എന്താ കാര്യം? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത വേദപുസ്തകത്തിന്റെ ഇന്ന് രാത്രിയിൽ സഭയ്ക്കകത്ത് നിന്റെ പേരുണ്ടോ? അതല്ല വിഷയം. മിൻഷയ്ക്കകത്ത് പേരുണ്ടോ? അതല്ല
അതല്ല വിഷയം. നിന്റെ പേരുണ്ടോ? അതല്ല വിഷയം. ആമേൻ ആലിയ. നിന്റെ പേര് സകലത്തിൽ കാണാം. ആമേൻ ആലിയ. ആമേൻ നീ വലിയ ആമേൻ പോസ്റ്ററിലും ആമേനൊക്കെ നമ്മുടെ പേരുണ്ടായിരിക്കണം. ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്യണം. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ഇന്ന് രാത്രി ശോധന ചെയ്യ. ആമേൻ. എന്റെ കുഞ്ഞെ, നീ രക്ഷിക്കപ്പെട്ടപ്പം ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിക്കുന്നുവെന്ന് പറഞ്ഞ് നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയതാ. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ പേര് മായ്ച്ചു കളയാം. ആമേൻ ആലിയ. ഇന്നിപ്പോ നേരത്തെ ആമേൻ പെൻസിൽ കൊണ്ട് എഴുതിയത് മായ്ക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പേന കൊണ്ട് എഴുതിയാലും മായ്ക്കാൻ പറ്റും. അതുകൊണ്ട് മൂശ പറഞ്ഞത്, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞാൽ മായ്ക്കാൻ പറ്റും. ഇന്ന് നാം ശോധന ചെയ്യണം. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ഞാൻ കർത്താവിന്റെ കൂടെയാണോ? ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിനെ അറിയുന്നുണ്ട്, കർത്താവ് എന്നെ അറിയുന്നുണ്ടോ? അതാ വിഷയം. ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എസ്തേറിന് പുസ്തകം നാം വായിക്കുമ്പോൾ ആമേൻ മോർദെഖായി പടിവാതിൽക്കൽ ഇരിക്കുകയാ. ഹാമാൻ അട്ടഹസിച്ച് പറയുക, രാജാവ് എന്നെ അല്ലാതെ ആരെയും ബഹുമാനിക്കത്തില്ല. ഇന്ന് രാത്രി ഹാമാനെ, അത് നിന്റെ ആമേൻ മോഹമാണ്. ഇന്ന് രാത്രി നിന്റെ മോഹമാ. ആ മോഹം നടക്കില്ല. എന്താ കാര്യം അറിയോ? ഹാമാന്റെ ഹൃദയത്തിൽ രാജാവുണ്ട്. എന്റെ ചോദ്യം, രാജാവേ, അങ്ങയുടെ ഹൃദയത്തിൽ ആരാ ഉള്ളത്? അങ്ങയുടെ ഹൃദയത്തിൽ